ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും വാസവി ഒരു ജേർണലിങ് ചെയ്യുന്നുണ്ടോയെന്ന്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്നലെ ചെയ്തതും ഒന്ന് ഇന്ന് ചെയ്തതും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒരു സ്റ്റിക്കർ നോട്ട് പാഡും കാണിച്ചു തരാം. സ്റ്റിക്കർ നോട്ട് പാഡ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിക്കർ വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിക്കർ വെച്ച് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. എങ്ങനെ സ്റ്റിക്കർ ഞാനെന്ന് കുറേ കവായി സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നല്ല, എനിക്ക് ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ ഒരു സെറ്റ് ഫുള്ള് കവായി സ്റ്റിക്കേഴ്സ്. ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ ഈ 3 കാര്യത്തിലും കിട്ടും. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളൂ, നല്ല ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ രണ്ട് ജേർണലിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജേർണലിംഗ് ആണ്, ഇതെൻ്റെ ജേർണൽ ബുക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് കൃഷ എന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഞാനിപ്പോൾ എൻ്റെ ജേർണൽ ബുക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജേർണൽ ബുക്കും വേണമെങ്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് പറഞ്ഞാൽ ജേർണലിംഗ് മാത്രമല്ല, ഇവിടെ വേണമെങ്കിൽ സ്റ്റിക്കേറൊക്കെ ഒട്ടിച്ചിട്ടൊരു തീം പോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു ജേർണലിംഗ് ആണ്. ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ജേർണലിംഗ്. ഇതാണ് മൈ ഫസ്റ്റ് ജേർണലിംഗ്. നെക്സ്റ്റ് തൈരാണ്, ഈ ഒരു ജേർണലിംഗ് ആണ്. ഇനി ഇവിടെ ഞാൻ ജേർണലിംഗ് അല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റിക്കർ പോലെ, ഒരു തീം സ്റ്റിക്കർ പോലെയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണേ. അത് ഞാൻ എൻ്റെ കവായി സ്റ്റിക്കർ എടുത്ത് പേർപ്പിൾ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. പേർപ്പിളിൻ്റെ തീമാണ്. അപ്പോൾ ഞാനിവിടെ റെയിനി ഡേ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെയിനി ഡേൻ്റെ തീം പോലത്തെ എഴുതിയിരിക്കുന്നത് എടുക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ആ റെയിൻ ഡേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. റെയിനിങ് ഡേ അല്ല, റെയിൻ ഡേ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ വേറൊരു റെയിനിൻ്റെ ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പീൽ ഔട്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കും. ഇങ്ങനെ വന്ന് ഒട്ടിച്ചു. എന്ത് കാണാൻ നല്ല രസമുണ്ടല്ലേ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ വയ്ക്കാൻ പോകും ഈ ഒരു സ്റ്റിക്കർ ആണ്. അപ്പോൾ അത് നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് തീർത്തു. ഇനി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ തുമ്പി പോലത്തെ പാറ്റ വരികയാണ്. അപ്പം തുമ്പി പോലത്തെ പാറ്റ ഇവിടെ ഉണ്ട്. ആ പാറ്റേനെ കൊണ്ടിട്ട് ഇവിടെ വയ്ക്കണം, ഈ സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഞ്ഞൊരു ചെടി പോലത്തെ ഒരു കുഞ്ഞു മരം കാണാൻ പറ്റുന്നുണ്ട്. അതിവിടെ വയ്ക്കും, ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഒരു കോർണറിൽ. അത് കഴിഞ്ഞ് നമ്മുടെ റെയിനിയുടെ തീം കഴിയാറായി കേട്ടോ. ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട് ഗൈസ്. വേണമെങ്കിൽ ഈ പൂവൊക്കെ വരയ്ക്കാം കേട്ടോ, ഇങ്ങനത്തെ ഡ്രോപ്സൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.